നമസ്കാരം. റിയാലിറ്റി ഷോ താരവും യുവനേതാവുമായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ഇൻഫ്ലുവൻസർ വേദാലക്ഷ്മിയും തമ്മിലുള്ള തർക്കം ഒടുവിൽ വാക്പോരിൽ നിന്നും നിയമ പോരാട്ടത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ടാണ് റോബിൻ BJPയിൽ ചേർന്നതെന്ന ഗുരുതര ആരോപണവുമായി വേദാലക്ഷ്മി രംഗത്തെത്തിയതാണ് വിവാദങ്ങളുടെ തുടക്കം. BJP പ്രവർത്തകരെ വർഗീയവാദികളെ ചിത്രീകരിക്കുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന റോബിന്റെ ശബ്ദരേഖയും വേദാലക്ഷ്മി ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ടു. പാർട്ടിയുടെ നയങ്ങളോ തത്വങ്ങളോ തനിക്ക് അറിയില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ഇഷ്ടം മാത്രമാണുള്ളതെന്നും പുറത്തുവന്ന ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. കൂടാതെ താൻ സ്ഥാനാർത്ഥിയായാൽ ഒരു രാഷ്ട്രീയക്കാരന്റെ രീതിയിൽ മാത്രമായിരിക്കും സംസാരിക്കുകയെന്നും BJPക്കാർ വർഗീയവാദികളാണെന്ന് റോബിൻ പറയുന്നതായും ഒരു ഓഡിയോ ചാറ്റിലുണ്ട്. എന്തുകൊണ്ട് BJPയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, അതിന്റെ ABCD അറിയില്ല, മോദിജി ഇഷ്ടമാണ്, BJP വർഗീയവാദികളാണ്, സത്യം പറയാമല്ലോ, ഭയങ്കരമായി അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്, ഞാൻ സ്ഥാനാർത്ഥിയായെന്ന് വെച്ചോളൂ, എന്നോട് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ ഒരു രാഷ്ട്രീയക്കാരനായി ഞാൻ സംസാരിക്കൂ എന്നാണ് വേദലക്ഷ്മി പുറത്തുവിട്ട വാട്സപ്പ് ഓഡിയോ ചാറ്റിൽ റോബിൻ പറയുന്നത്. എന്നാൽ ആരോപണങ്ങൾ ശക്തമായതോടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നാരോപിച്ച് റോബിൻ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിക്കഴിഞ്ഞു. ഞായറാഴ്ച രാവിലെ സ്റ്റേഷനിലെത്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം എതിർകക്ഷിയായ വേദലക്ഷ്മിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പോലീസ് സമൻസ് അയച്ചു. തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെത്താൻ റോബിൻ വേദലക്ഷ്മിയെ വെല്ലുവിളിക്കുകയും ചെയ്തു. റോബിന്റെ ഈ വെല്ലുവിളികൾക്കും പരാതിക്കും കടുത്ത ഭാഷയിലാണ് വേദലക്ഷ്മി മറുപടി നൽകിയത്. തിങ്കളാഴ്ച തനിക്ക് ജോലി തിരക്കുള്ളതിനാൽ റോബിൻ പറയുന്നത് പോലെ ഉടൻ തന്നെ സ്റ്റേഷനിൽ വരാൻ കഴിയില്ലെന്ന് വേദലക്ഷ്മി വ്യക്തമാക്കി. തന്റെ സൗകര്യപ്രദമായ സമയത്ത് പോലീസ് സ്റ്റേഷനിലെത്തി പറയേണ്ട കാര്യങ്ങൾ മുഴുവൻ വ്യക്തമാക്കുമെന്നും വിഷയത്തിൽ ബന്ധപ്പെട്ടവരെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. റോബിന്റേത് വെറുമൊരു ഓഴപ്പടക്കം മാത്രമാണെന്നും വരാനിരിക്കുന്ന വലിയ നിയമ പോരാട്ടങ്ങളെ നേരിടാൻ തയ്യാറായിക്കൊള്ളാനും വേദലക്ഷ്മി താക്കീത് നൽകി. സൈബർ കൊട്ടേഷൻ നൽകി മറ്റുള്ളവരെ തമ്മിലടുപ്പിക്കാൻ നോക്കിയ റോബിന് അതിനെ തിരിച്ചടിയാവുകയാണെന്നും പഴയ കഥകളിലെ കുറുക്കന്റെ തന്ത്രങ്ങൾ ഇന്നത്തെ കാലത്ത് വിലപ്പോവില്ലെന്നും അവർ പരിഹസിച്ചു. റോബിൻ എവിടെ അവസാനിപ്പിക്കുന്നുവോ അവിടുന്ന് താൻ പോരാട്ടം തുടങ്ങുമെന്നും വാങ്ങിയ പണം തിരികെ നൽകിയിട്ട് സംസാരിക്കണമെന്നും വേദലക്ഷ്മി സോഷ്യൽ മീഡിയയിലൂടെ റോബിനോട് ആവശ്യപ്പെട്ടു. നീ എന്തൊക്കെ ചെയ്താലും ഇതിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റില്ല, കാത്തിരുന്ന് കണ്ടുകൊള്ളൂ, ഇനി ഇതിൽ നിന്നൊരു തിരിഞ്ഞുപോക്കില്ല, ഒരു കാര്യം വിട്ടുപോയി, ഈ മേടിച്ച പൈസയൊക്കെ തിരിച്ചു കൊടുക്കൂ റോബിൻ, എന്നിട്ട് സംസാരിക്കുക, അതാണ് അതിൻ്റെ ഒരു ശരി, സ്നേഹം പരക്കട്ടെ, സ്നേഹം നന്നായി പരക്കട്ടെ എന്നാണ് വേദലക്ഷ്മി പറഞ്ഞത്. ഇരുപക്ഷവും നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നതോടെ വിവാദം എന്തായാലും നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് റോബിൻ രാധാകൃഷ്ണൻ തന്റെ രാഷ്ട്രീയം വ്യക്തമാക്കിക്കൊണ്ട് BJP പാളയത്തിലേക്ക് എത്തിയത്. തുടർന്ന് BJPയുടെ കടുത്ത അനുയായിയാണ് താനെന്ന രീതിയിലുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇപ്പോഴാണ് വേദലക്ഷ്മി പുറത്തുവിട്ട ചാറ്റിൽ നിന്നും റോബിൻ രാധാകൃഷ്ണന് BJPയുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് ധാരണയില്ല, കേവലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ഇഷ്ടത്തിന്റെ പുറത്താണ് BJP അനുഭാവിയായത് എന്നുള്ളതാണ് വേദലക്ഷ്മി പറയുന്നത്. എന്തായാലും നിയമ നടപടി കടുക്കുകയാണ്.